നമസ്കാരം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം പുറത്തുവരുമെന്നാണ് സൂചന. എന്നാൽ പട്ടികയിലെ പേരുകാരുടെ എണ്ണം കൂടുതലും ഗ്രൂപ്പ് താൽപര്യങ്ങളും കാരണമാണ് പട്ടിക പുറത്തുവരാൻ വൈകുന്നത്. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കും വ്യത്യസ്ത താൽപര്യങ്ങൾ ഉള്ളതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. വിജയസാധ്യതയെയും മറികടന്ന് ഗ്രൂപ്പ് താൽപര്യങ്ങൾ പുറത്തു വരുന്നതാണ് പട്ടിക വൈകാൻ കാരണം. ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. എന്നിട്ടും സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായിട്ടില്ല. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഇന്ന് ഡൽഹിയിൽ നിർണായക യോഗം ചേരും. ഇന്നലെ വിമാനയാത്രക്കിടെ നേതാക്കളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ പര്യടനം പൂർത്തിയാക്കിയ രാഹുലിനൊപ്പം പ്രത്യേക വിമാനത്തിൽ ഇന്നലെ വൈകിട്ട് സംസ്ഥാന നേതാക്കൾ ഡൽഹിയിലേക്ക് പറന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AICC ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ എന്നിവരുമായി സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡിൽ നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വേണുഗോപാൽ എന്നിവർ വാസ്പിക്കുമായി ചർച്ച നടത്തും. ആന്റണിയുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഗ്രൂപ്പ് താൽപര്യങ്ങൾ സജീവമായ മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനിടയിൽ വിട്ടുവീഴ്ചയുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. ഓരോ മണ്ഡലത്തിലും പരിഗണിക്കപ്പെടേണ്ടവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് നേതാക്കൾ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി, വേണുഗോപാൽ എന്നിവർ മത്സരിക്കുമോ എന്ന കാര്യത്തിലും രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇന്നറിയാൻ കഴിയും. സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് ധാരണയായ ശേഷം പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും. സമിതി നാളെ യോഗം ചേർന്ന് പട്ടികയ്ക്ക് അംഗീകാരം നൽകുമെന്നാണ് വിവരം. സമിതി യോഗത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി, വേണുഗോപാൽ എന്നിവരുമായി രമേശും മുല്ലപ്പള്ളിയും ചർച്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതോടെ ഗ്രൂപ്പ് പ്രതിനിധികളും സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ചവരും ഡൽഹിയിലേക്ക് വിമാനം കയറി. ആന്ധ്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാനത്തെ സീറ്റ് നിർണയ ചർച്ചകളിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് താൽപര്യങ്ങൾ കണക്കിലെടുത്തുള്ള വീതം വെയ്പ് അംഗീകരിക്കില്ലെന്ന് വാദിച്ച് യുവാക്കളും രംഗത്തുണ്ട്. രാഹുലുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇവർ ശ്രമം നടത്തുന്നുണ്ട്. യുവാക്കൾക്കും വനിതകൾക്കും ഉയർന്ന പ്രാതിനിധ്യം നൽകുമെന്ന രാഹുലിന്റെ മുൻ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ഇവർ രംഗത്തുള്ളത്. എന്നാൽ വിജയസാധ്യത മാത്രം പരിഗണിക്കുമ്പോൾ ഇവർ പുറത്തു പോകാനാണ് സാധ്യത. വടകരയിലടക്കം UDF സ്വതന്ത്രയായി KK രമ മത്സരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വടകരയിലെ സവിശേഷമായ സാഹചര്യത്തിൽ KK രമയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ തെറ്റില്ലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് തീരുമാനമെടുക്കുകയെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. KCക്ക് കോൺഗ്രസിന്റെ ഏത് സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാമെന്നും അക്കാര്യത്തിലും അന്തിമ വാക്ക് രാഹുലിൻ്റെതായിരിക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള പ്രതിസന്ധി രമ്യമായി പരിഹരിക്കും. PJ ജോസഫിനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരമായിരിക്കില്ല അതെന്നും ബെന്നി ബെഹനാൻ സൂചിപ്പിച്ചു. എന്നാൽ കോട്ടയത്തോ ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞു. കേരളത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പ്രശ്നമല്ലെന്നും CPM കേരള പാർട്ടി മാത്രമാണെന്നും അവിടെ പിണറായി വിജയൻ എന്ന നേതാവിന് തീരുമാനമെടുക്കുന്നതിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും ബെഹനാൻ പരിഹസിച്ചു. സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സിറ്റിംഗ് സീറ്റുകളിൽ എറണാകുളം, പത്തനംതിട്ട എന്നിവിടങ്ങളെക്കുറിച്ച് മാത്രമാണ് അനിശ്ചിതത്വം നിൽക്കുന്നത്. MP-മാരായ KV തോമസിനും ആന്റോ ആന്റണിക്കും തന്നെയാണ് പ്രഥമ പരിഗണന. അതേസമയം ജില്ലാ, സംസ്ഥാന നേതൃത്വത്തിന്റെയും ബന്ധപ്പെട്ട MLA-മാരുടെയും അഭിപ്രായം കൂടി തേടുന്നുണ്ട്. മറ്റ് സിറ്റിംഗ് സീറ്റുകളിൽ തർക്കമില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് സാധ്യതയുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മാറുമ്പോൾ പ്രകാശ് അവിടെ ആയാലോ എന്ന ആലോചനയുമുണ്ട്. പകരം ആറ്റിങ്ങലിലേക്ക് മറ്റൊരാളെ മുന്നോട്ട് വെക്കാനില്ല. ഷാനിമോൾ ഉസ്മാനും ഇവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി വരുമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം PJ ജോസഫിന്റെ പേരും സ്വതന്ത്രനായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടി വരുമെന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. പൊതുസ്വതന്ത്രനായി തന്നെ പരിഗണിക്കണമെന്ന PJ ജോസഫിന്റെ നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യും. PC ചാക്കോ, ജോസഫ് വാഴക്കൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരും പട്ടികയിലുണ്ട്. ബെന്നി ബെഹനാന് സാധ്യതയുണ്ട്. PC ചാക്കോയ്ക്കും താല്പര്യമുണ്ട്. തൃശ്ശൂരിൽ TN പ്രതാപൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ആലത്തൂർ മണ്ഡലത്തിൽ മുൻ മന്ത്രി AP അനിൽകുമാറിനെ ഇറക്കി വെല്ലുവിളി ഉയർത്തണമെന്ന ആശയവും സജീവമാണ്. പ്രാദേശിക നേതൃത്വത്തിലുള്ള രമ്യ ഹരിദാസാണ് രണ്ടാമത്. പാലക്കാട് മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ മത്സരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഷാഫി പറമ്പിൽ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന കാര്യവും രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത് പോലെയാകും. കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരന്റെ പേര് തന്നെയാണ് സജീവമായി പരിഗണിക്കുന്നത്. കാസർകോട്ടെ പേരുകാരിൽ മുന്നിൽ B സുബയ്യറായിയാണ്. വയനാട്ടിൽ KC വേണുഗോപാൽ വന്നില്ലെങ്കിൽ ഷാനിമോൾ തന്നെയാകും സ്ഥാനാർത്ഥി.